ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്, 9 മണിക്ക് സയൻസ് SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്, 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി, തീർന്നാലുടനെ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ് ലൈവായിട്ട്. മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാലത്ത് പഠിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ സയൻസ്, ആ പഠിച്ച ഭാഗങ്ങളിൽ നിന്നും മുൻവർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ചെയ്യുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. അതും ലൈവായിട്ടാണ്, ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 ലൈവും 4 റെക്കോർഡഡും, അങ്ങനെ ടോട്ടൽ 6 ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതലേ കണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ഡേറ്റ് ഒക്കെ ഇട്ട് കൃത്യം ഓർഡറിൽ നമ്മൾ അവിടെ കറക്റ്റായിട്ട് നൽകുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്, നോട്ട്സ് നൽകുന്നുണ്ട്. സോ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരാനായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം പേരിലോട്ട് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഭാഗം പഠിച്ചു അല്ലേ? പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിസഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമന്ത്രിമാർ, അവരുടെ കാലഘട്ടം, അവരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ചെറിയ കണക്ഷൻസും കോഡ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? ജവഹർലാൽ നെഹ്റു അല്ലേ? ജവഹർലാൽ നെഹ്റു ആണ് ആദ്യത്തെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1947 മുതൽ 1964 വരെ. അത് കഴിഞ്ഞാൽ ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1964 മുതൽ 1966 വരെ. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ 1966 മുതൽ 1977 വരെ. അത് കഴിഞ്ഞ് വീണ്ടും വരുന്നത് മൊറാർജി ദേശായി. മൊറാർജി ദേശായി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1977 മുതൽ 1979 വരെ. അത് കഴിഞ്ഞ് ചരൺ സിംഗ്. ചരൺ സിംഗിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1979 മുതൽ 1980 വരെ. അത് കഴിഞ്ഞ് വരുന്നത് വീണ്ടും ആരാ? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി 1980 മുതൽ 1984 വരെയാണ്. അത് കഴിഞ്ഞ് വരുന്നത് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി കാലഘട്ടം 1984 മുതൽ 1989 വരെ. അത് കഴിഞ്ഞ് VP സിംഗ് ആണ്. VP സിംഗ്, അദ്ദേഹം 1989 മുതൽ 1990 വരെ. അത് കഴിഞ്ഞ് ചന്ദ്രശേഖർ. ചന്ദ്രശേഖർ 1990 മുതൽ 1991 വരെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് PV നരസിംഹറാവു. PV നരസിംഹറാവു കാലഘട്ടം 1991 മുതൽ 1996 വരെയാണ് വരുന്നത്. ദെൻ അത് കഴിഞ്ഞ് അടൽ ബിഹാരി വാജ്പേയി. AB വാജ്പേയി ആണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1996 ഉണ്ട്. ദെൻ അടുത്തത് വരുന്നത് HD ദേവഗൗഡ. HD ദേവഗൗഡ. വാജ്പേയി ഇനിയും വരുന്നുണ്ട് കേട്ടോ. HD ദേവഗൗഡ 1996 മുതൽ 1997 വരെയാണ് വരുന്നത്. ദെൻ അത് കഴിഞ്ഞ് IK ഗുജ്റാൾ. IK ഗുജ്റാൾ വരുന്നത് 1997 മുതൽ 1998 വരെ.
അത് കഴിഞ്ഞ് വീണ്ടും എ ബി വാജ്പേയി ആണ് വരുന്നത്. എ ബി വാജ്പേയി 1998 മുതൽ 1999 വരെയും വീണ്ടും 1999 മുതൽ 2004 വരെയും എ ബി വാജ്പേയി തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് വരുന്നത് 2004 മുതൽ 2014 വരെ. അത് കഴിഞ്ഞിട്ടാണ് ആര് നിലവിൽ നരേന്ദ്രമോദി 2014 തൊട്ട് ഇങ്ങോട്ട് നരേന്ദ്രമോദിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവരാണ് പ്രധാനമന്ത്രിമാർ എന്ന് പറയുന്നത്. ഈ കാലഘട്ടവും ഈ പ്രധാനമന്ത്രിമാരെയും ഓർത്തിരിക്കണം. അപ്പോൾ ഇവരുടെ പേര് ഓർഡറിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം. അപ്പോൾ അത് കിട്ടുന്നവർ അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇല്ലാന്നുള്ളവർ സാധാരണ രീതിയിൽ നിങ്ങൾ പഠിക്കുന്ന പോലെ പഠിക്കാം. ജസ്റ്റ് ആ പേരൊന്ന് ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കണക്ഷൻ പറയാണ്. അപ്പോൾ കണക്ഷൻ ഇതാണ്: ജവാൻ ആയ ലാൽ ഇന്ന് എന്ന് പറയുമ്പോൾ ഇന്ദിര എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കേട്ടോ. അപ്പം ജവാനായ ലാൽ ഇന്ന് MCIക്ക് കേട്ടോ. ജവാനായ ലാൽ, അപ്പം ഇവിടെ ജവാനായ ലാൽ ഇന്ന് MCIക്ക് പഠിക്കുന്ന RSSകാരും RSS കേട്ടോ. R എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി, S എന്ന് പറഞ്ഞാൽ സിംഗ്, അടുത്ത S എന്ന് പറഞ്ഞാൽ ശേഖർ. അപ്പോൾ RSS കേട്ടോ, രാജീവ് ഗാന്ധി, സിംഗ്, ശേഖർ എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് RSSകാരുമായി ചേർന്ന് എന്താ ചെയ്യുന്നത്? റാഗ് ചെയ്യാൻ. റാഗ് എന്ന് പറയുമ്പോൾ റാഗ് കേട്ടോ. റാഗ് എന്ന് ഇങ്ങനെ എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ R, റാവു. എ എന്ന് പറയുന്നത് എന്താണ്? അടൽ ബിഹാരി വാജ്പേയിയിലെ എ ആണ്. ദെൻ ഗ എന്ന് പറയുമ്പോൾ ജി ആണ്. ജി എന്ന് പറയുന്നത് ഗൗഡ എന്ന് കിട്ടാനാണ് കേട്ടോ. അപ്പം റാഗ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം ജവാനായ ലാൽ ഇന്ന് MCIക്ക് പഠിക്കുന്ന RSSകാരുമായി ചേർന്ന് റാഗ് ചെയ്യാൻ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ഗുജറാൾ കേട്ടോ, ഗുജറാൾ. അപ്പം ഗുജറാത്തിൽ പോയി എന്ന് പറയുന്നത് വീണ്ടും വാജ്പേയി എന്ന് കിട്ടാനാണ് കേട്ടോ. ഗുജറാത്തിൽ പോയി എന്ത് സംഭവിച്ചു? മൻമോഹനെ എന്ന് തന്നെയാണ്. മൻമോഹനെ മോഡിയാക്കി എന്നുള്ളത് ഓർത്തിരിക്കുക. മോഡിയാക്കി. അപ്പം എന്താണ് നമ്മുടെ കോഡ്? ജവാനായ ലാൽ ഇന്ന് MCIക്ക് പഠിക്കുന്ന RSSകാരുമായി ചേർന്ന് റാഗ് ചെയ്യാൻ ഗുജറാത്തിൽ പോയി മൻമോഹനെ മോഡിയാക്കി. ഓക്കെ, ഒന്നുകൂടെ പറയാം. ജവാനായ ലാൽ ഇന്ന് MCIക്ക് പഠിക്കുന്ന RSSകാരുമായി ചേർന്ന് റാഗ് ചെയ്യാൻ ഗുജറാത്തിൽ പോയി മൻമോഹനെ മോഡിയാക്കി. ഓക്കെ, ഈ ഒരു സെന്റൻസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർഡറിൽ നമ്മുടെ പ്രധാനമന്ത്രിമാർ കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അന്ത്യവിശ്രമ സ്ഥലങ്ങൾ നോക്കാം. അതും ചെറിയ കണക്ഷനിലൂടെ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അന്ത്യവിശ്രമ സ്ഥലമാണ് നമ്മൾ നോക്കുന്നത് കോഡിലൂടെ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം. മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? രാജ്ഘട്ട്. എങ്ങനെ ഓർത്തിരിക്കാം? ഗാന്ധിജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയതാണ് അല്ലേ? അപ്പോൾ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യമാണ്, രാജ്യത്തെയാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ ഗാന്ധിജി, രാജ്യം എന്നുള്ള രീതിയിൽ മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ട്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് ശാന്തിവനം. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ എല്ലാവർക്കും അറിയാം, വളരെ ശാന്ത സ്വഭാവമുള്ള വ്യക്തിയാണ് എന്നുള്ള രീതിക്ക് ജവഹർലാൽ നെഹ്റു വളരെ ശാന്ത സ്വഭാവമുള്ള വ്യക്തിയാണ് അല്ലേ? അപ്പം ശാന്തം, അപ്പോൾ ശാന്തിവനം എന്നുള്ളതിലോട്ട് എത്താലോ? യെസ്. ഇനി അടുത്തത് ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത്
വിജയ് ഘട്ടാണ്, വിജയ് ഘട്ട് കേട്ടോ. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഓർക്കാം. ഒന്നുകിൽ ശാസ്ത്രി വിജയുമായിട്ട് കണക്ട് ചെയ്യാം, അതായത് ശാസ്ത്രം വിജയിച്ചു, മനുഷ്യൻ തോറ്റു എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പം ശാസ്ത്രം ജയിച്ചു എന്നുള്ള രീതിയിൽ വിജയ് ഘട്ട് എന്നുള്ള രീതിയിൽ ഓർക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം, ലാൽ ബഹദൂർ ശാസ്ത്രി അല്ലേ. അപ്പം ലാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലാലേട്ടൻ എന്നെടുക്കാം. അപ്പം ലാലേട്ടൻ്റെ പടങ്ങളെല്ലാം തന്നെ വിജയിക്കും എന്ന് ഓർത്താൽ മതി. ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ വമ്പൻ വിജയമാണെന്ന് ഓർത്താൽ മതി. അപ്പം ലാൽ വിജയ്, വിജയ് ഘട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് ശക്തിസ്ഥൽ ആണ് അല്ലേ, ശക്തിസ്ഥൽ. ഓക്കെ, അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അയേൺ ലേഡി എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ അത്രയും ശക്തിയുള്ളൊരു വനിതയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓർക്കാലോ അല്ലേ. ഒരുപാട് തവണ അവിശ്വാസ പ്രമേയമൊക്കെ നേരിട്ടെങ്കിലും അതിനെ തരണം ചെയ്ത് വന്ന വനിതയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി ശക്തിയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. ശക്തിസ്ഥൽ എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്തത് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് വീർ ഭൂമിയാണ് കേട്ടോ, വീർ ഭൂമി. അപ്പോൾ ഇങ്ങനെ ഓർക്കാം, രാജീവ് ഗാന്ധി. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത് വീരന്മാരാണ് അല്ലേ. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. രാജീവ് ഗാന്ധി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വീരന്മാർ, വീർഭൂമി. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് വീർഭൂമി. ഇനി അടുത്തത് BR അംബേദ്കർ. BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ചൈത്യഭൂമി, ചൈത്യഭൂമി. എങ്ങനെ നമുക്ക് ഓർക്കാം? അംബേദ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അദ്ദേഹം അതിനുവേണ്ടി ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഡോക്ടർ അംബേദ്കർ എന്ന് പറയുമ്പോൾ തന്നെ, BR അംബേദ്കർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ഒരു ചരിത്രം തന്നെയാണ് അല്ലേ. അപ്പോൾ BR അംബേദ്കർ എന്ന് പറയുന്ന ഒരു ചരിത്രമാണെന്ന് ഓർക്കാം. ചരിത്രം ചൈത്യവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ BR അംബേദ്കർ ചൈത്യഭൂമിയാണ് അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത്. അടുത്തത് മൊറാർജി ദേശായി. മൊറാർജി ദേശായി അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? അഭയ്ഘട്ടാണ് കേട്ടോ, അഭയ്ഘട്ട്. അപ്പോൾ എങ്ങനെ ഓർക്കാം? മൊറാർജി ദേശായി അല്ലേ. അപ്പോൾ ഈ അഭയം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ ഓർമ്മ വരുന്നത്? നമ്മൾ ഒരു ദേശത്ത് നിന്നും മറ്റൊരു ദേശത്തേക്കാണ് അഭയം തേടി പോവുക അല്ലേ. അഭയം തേടി പോകുന്നത് ഇവിടെ നിൽക്കക്കള്ളി ഇല്ലാതാവുമ്പോഴാണ് മറ്റൊരു ദേശത്തേക്ക് നമ്മൾ അഭയം തേടി പോകും എന്നുള്ള രീതിയിൽ ദേശായി, അഭയ്ഘട്ട് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാലോ. ഓക്കെ, അടുത്തത് ചരൺ സിംഗ്. ചരൺ സിംഗ് അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് കിസാൻ ഘട്ടാണ്. കിസാൻ ഘട്ട്, ചരൺ സിംഗ് കിസാൻ ഘട്ട്. എങ്ങനെ ഓർക്കാം? കിസാൻ എന്ന് പറയുമ്പോൾ കൃഷിക്കാരൻ എന്നുള്ളൊരർത്ഥമാണ് അല്ലേ. കിസാൻ കൃഷിക്കാരനാണ്. അപ്പോൾ ഈ കൃഷിക്കാരുടെ കാലിലൊക്കെയാണ് ഈ ചരലും മണലും ഒക്കെ ആവുക അല്ലേ. ചെളിയും ചരലും ഒക്കെ ആവുന്നത് കൃഷിക്കാരുടെ കാലിൽ അഴുക്കൊക്കെ കാണുമല്ലോ അല്ലേ. കൃഷി മണ്ണിൽ ഇറങ്ങി ജോലി ചെയ്യുമ്പോൾ ചരലും മണലും ഒക്കെ ആവുന്നത് കിസാന്റെ കാലിലാണ് അല്ലേ. അപ്പോൾ കിസാൻ ഘട്ട് ചരൺ സിംഗ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം അല്ലേ. അപ്പോൾ ചരൺ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം കിസാൻ ഘട്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജഗ്ജീവൻ റാം. ജഗ്ജീവൻ റാമിന്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് സമതാസ്ഥലാണ്. സമതാസ്ഥൽ എങ്ങനെ ഓർത്തിരിക്കാം? ജഗജീവൻ, ജഗം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് അല്ലേ. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കണം? സമാധാനത്തോടെ ആയിരിക്കണം അല്ലേ. സമാധാനത്തോടെ ജീവിക്കാൻ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ജഗത്തിൽ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് സമാധാനത്തോടെ എന്നുള്ള രീതിയിൽ ജഗജീവൻ റാം അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? സമതാസ്ഥൽ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ശങ്കർ ദയാൽ ശർമ്മ. ശങ്കർ ദയാൽ ശർമ്മയുടെ അന്ത്യവിശ്രമ സ്ഥലം കർമ്മഭൂമിയാണ്. കർമ്മഭൂമി. അപ്പൊ ശർമ്മ കർമ്മ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യുക അല്ലെ. ശർമ്മ കർമ്മ ഏകദേശം പറയുമ്പോൾ ഒരുപോലെ ഉണ്ട്, അങ്ങനെ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ KR നാരായണൻ അദ്ദേഹത്തിൻ്റെയും എവിടെ തന്നെയാണ്? കർമ്മഭൂമി തന്നെയാണ് കേട്ടോ. കർമ്മഭൂമി അല്ലെങ്കിൽ ഉദയഭൂമി എന്നും കാണാറുണ്ട് കേട്ടോ. അപ്പൊ KR നാരായണൻ കർമ്മഭൂമി. അപ്പൊ കർമ്മ എന്ന് എഴുതുമ്പോൾ നോക്കിക്കേ, കെയും ആറും ഒക്കെ അവിടെ കാണും അല്ലെ. അപ്പൊ KR കർമ്മ KR കർമ്മഭൂമി KR നാരായണൻ്റെതും കൂടിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഉദയഭൂമിയും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ഇനി
അടുത്തത് ഗുൽസാരിലാൽ നന്ദ. അടുത്ത അന്ത്യവിശ്രമ സ്ഥലം നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഏതാണ്? ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? നാരായൺ ഘട്ടാണ് കേട്ടോ. നാരായൺ ഘട്ട്. അപ്പോൾ ഇവിടെ ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഗുൽസാരിലാൽ എന്നല്ലേ. അപ്പോൾ ഇവിടെ സാരി ഉണ്ടല്ലോ, ഈ സാരി. അപ്പോൾ നമ്മുടെ അമ്മയുടെയൊക്കെ സാരി നരച്ച കാര്യം ഒന്ന് ഓർക്കാം കേട്ടോ. നരച്ച സാരി. ഓക്കെ, നാരായൺ ഘട്ടിലോട്ട് എത്താം സാരി. ഓക്കെ, അപ്പോൾ ഗുൽസാരിലാൽ നന്ദ നാരായൺ ഘട്ടാണ് അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് PV നരസിംഹറാവു. PV നരസിംഹറാവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ബുദ്ധ പൂർണിമ പാർക്ക്. ബുദ്ധ പൂർണിമ പാർക്ക് ഓർക്കാൻ എളുപ്പമാണ്. ഈ പാർക്ക് എന്ന് പറയുന്ന ഒറ്റ അന്ത്യവിശ്രമ സ്ഥലമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ പാർക്കിൽ പോയാൽ നമുക്ക് സിംഹത്തിനെ കാണാമെന്ന് ഓർത്താൽ മതി. PV നരസിംഹറാവുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ബുദ്ധ പൂർണിമ പാർക്ക്. പാർക്കിൽ പോയാൽ സിംഹത്തെ കാണാം. ഓക്കെ, അടുത്തത് കിഷൻ കാന്ത്. കിഷൻ കാന്ത് അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? നിഗംബോധ് ഘട്ടാണ് കേട്ടോ. നിഗംബോധ് ഘട്ട്. നിഗംബോധ് ഘട്ട്, കിഷൻ കാന്ത്. അപ്പോൾ ഇവിടെ കിഷൻ കാന്ത് എന്നുള്ളതിന് ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് കൃഷ്ണനെ കണ്ട് എന്നാക്കുകയാണ് കേട്ടോ. കിഷൻ കൃഷ്ണൻ, കാന്ത് കണ്ട്. ഓക്കെ, അപ്പോൾ കൃഷ്ണനെയൊക്കെ നമുക്ക് നേരിട്ട് പെട്ടെന്നൊരു ദിവസം നമ്മൾ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ബോധം കെട്ട് വീഴും അല്ലേ? നമ്മൾ ബോധം കെട്ട് വീഴും. അപ്പോൾ കൃഷ്ണനെ കണ്ട് ബോധം കെട്ട് വീണു എന്ന് ഓർത്താൽ മതി. കിഷൻ കാന്ത് നിഗംബോധ് ഘട്ടാണ് അന്ത്യവിശ്രമ സ്ഥലം. കിട്ടിയല്ലോ. അടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എവിടെയാണ് അന്ത്യവിശ്രമ സ്ഥലം? മഹാപ്രയാൺ ഘട്ട്. മഹാപ്രയാൺ ഘട്ട്. നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. ഡോക്ടർമാരാണ് നമ്മുടെ പ്രാണൻ രക്ഷിക്കുന്നത്. പ്രയാൺ, പ്രാണമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഡോക്ടർമാരാണ് നമ്മുടെ പ്രാണൻ രക്ഷിക്കുന്നത്. ഇനി രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ എന്ന് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഡോക്ടർ BR അംബേദ്കർ, നമ്മളത് BR അംബേദ്കറിൻ്റെ ചരിത്രമായിട്ടാണ് കണക്ട് ചെയ്തത്. പിന്നെ ആകെ ഡോക്ടർ വരുന്നത് ഇവിടെ രാജേന്ദ്ര പ്രസാദ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർമാർ നമ്മുടെ പ്രാണൻ രക്ഷിക്കുമെന്ന് ഓർക്കുക. അല്ലെങ്കിൽ ഡോക്ടർമാർ ഒരു പ്രസാദം പോലെ, ഒരു വരം പോലെ നമുക്ക് നമ്മുടെ പ്രാണൻ തിരിച്ചു തരും എന്നുള്ള രീതിയിലേക്ക് ഓർത്തിരിക്കുക. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാപ്രയാൺ ഘട്ട് എന്നുള്ളതാണ് അന്ത്യവിശ്രമ സ്ഥലം. ഓക്കെ, അടുത്തത് ദേവിലാൽ. ദേവിലാലിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം സംഘർഷ സ്ഥലാണ്. സംഘർഷ സ്ഥൽ എങ്ങനെ ഓർക്കാം? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറേ ഇഷ്യൂസാണ് ദേവിയുടെ പേരിൽ അല്ലേ, ദൈവത്തിൻ്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ദൈവത്തിൻ്റെ പേരിലാണ് അല്ലേ. അപ്പോൾ ദേവിയുടെ പേരിലാണ് സംഘർഷം ഉണ്ടാവുന്നത്. ദേവിലാൽ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? സംഘർഷ സ്ഥലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി. വാജ്പേയിയുടെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്മൃതിസ്ഥൽ. രാഷ്ട്രീയ സ്മൃതിസ്ഥലാണ് വാജ്പേയിയുടെ അന്ത്യവിശ്രമ സ്ഥലം. എങ്ങനെ ഓർക്കാം? വാജ്പേയി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർക്കാം, നമ്മുടെ വാച്ച് പോയി എന്ന് ഓർക്കാം. നമ്മുടെ വാച്ച് പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ എവിടെയെങ്കിലും ഓർമ്മയില്ലാതെയൊക്കെ അഴിച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ വാച്ച് പോയി അല്ലേ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഓർക്കുക. ഓർമ്മയില്ലാതെ, സ്മൃതി എന്താ? ഓർമ്മ. അപ്പോൾ നമ്മുടെ സ്മൃതി ഇല്ലാതെ, നമ്മൾ ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും വയ്ക്കുമ്പോഴാണ് നമ്മുടെ വാച്ച് പോയി എന്ന് പറയുക അല്ലേ. അപ്പോൾ വാജ്പേയി രാഷ്ട്രീയ സ്മൃതിസ്ഥൽ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി അതുപോലെ ഗ്യാനി സെയിൽ സിംഗ്. ഗ്യാനി സെയിൽ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ഗ്യാനി സെയിൽ സിംഗിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് ഏകതാ സ്ഥലാണ്. ഏകതാ സ്ഥൽ. ഗ്യാനി സെയിൽ സിംഗ് ഏകതാ സ്ഥലാണ്. അതേപോലെ ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ജൻ നായക് സ്ഥലാണ് കേട്ടോ. ജൻ നായക് സ്ഥലാണ് ചന്ദ്രശേഖറുടേത്. അതുപോലെ IK ഗുജ്റാളിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് സ്മൃതിസ്ഥലാണ്. സ്മൃതിസ്ഥൽ. ഓക്കെ, അപ്പം ഗ്യാനി സെയിൽ സിംഗ് ഏകതാ സ്ഥൽ, ചന്ദ്രശേഖർ ജനനായക് സ്ഥൽ, അതുപോലെ IK ഗുജ്റാൾ സ്മൃതിസ്ഥൽ. ഇത് മൂന്നും നിങ്ങളൊന്ന് പഠിച്ചു വച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ പറ്റാവുന്നതെല്ലാം ഞാൻ ചെറിയ കണക്ഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്